ഹായ് ഓൾ, വെൽക്കം ടു മൈ കുക്കിംഗ് വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ വളരെ ക്വിക്കായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കു ബനാന മിൽക്ക് ഷേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ബ്ലെൻഡർ എടുക്കുക. ബ്ലെൻഡറിലേക്ക് ഒരു ഹാഫ് കപ്പ് ചോപ്ഡ് ചിക്കു, ഇതത്ര പഴുത്തതല്ല, അതുകൊണ്ട് കളർ അങ്ങനെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഹാഫ് കപ്പ് ബനാന നിങ്ങളുടെ കയ്യിൽ ഏത് പഴവും വെച്ച് നമുക്ക് ചെയ്യാം. പിന്നെ ഒരു 4 ബദാം നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തത്, അതുപോലെ തന്നെ 4 കാഷ്യൂ നട്ട്സ് ഫൈനായിട്ട് ചോപ്പ് ചെയ്തത്, ടു ടേബിൾ സ്പൂൺ ഷുഗർ 2 to 3 ആയാലും കുഴപ്പമില്ല, അത് അക്കോർഡിംഗ് ടു യുവർ വിഷ്. ഓക്കെ. അതുപോലെ തന്നെ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഹോർലിക്സ് പൗഡർ, പിന്നെ ഇതിലേക്ക് ഒരു 1.25 കപ്പ് ബോയിൽ ചെയ്ത ശേഷം നല്ല ചില്ലാക്കിയെടുത്ത മിൽക്കാണ്, അതിലേക്ക് ഇത് ഒഴിക്കുന്നു. ഒരു 5-6 ഐസ് ക്യൂബ്സ്. ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കുക. ഞാൻ ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. നല്ലതായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ സെർവിങ് ഗ്ലാസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇത് ഏകദേശം ഈ അളവിൽ നമുക്ക് 2 കപ്സ് കിട്ടും. 2 കപ്സ് അല്ല, 2 ഗ്ലാസ്, സോറി. ഇത് നമുക്ക് ഈ കാഷ്യൂ നട്ട്സും ബദാമും വെച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ബദാമും കാഷ്യൂ നട്ട്സും ഇത് ഹെൽത്തി ഇതിൽ പോകും. അതുപോലെ ഒരു കാര്യം ഞാൻ വിട്ടുപോയി പറയാൻ, അതായത് ഷുഗർ ഞാൻ ആഡ് ചെയ്തല്ലോ. നിങ്ങൾക്ക് വളരെ ഹെൽത്തി ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ സെയിം അളവിൽ ഷുഗറിന് പകരം പിന്നെ ഹണി യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് കുറച്ചുകൂടെ റിച്ച് രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേളിൽ ടോപ്പിംഗ് ആയിട്ട് നമുക്ക് ഐസ്ക്രീമോ വിപ്പിംഗ് ക്രീമോ കൊടുക്കാം. അപ്പോൾ അത് അവരവരുടെ ചോയ്സ്. അങ്ങനെ നമ്മുടെ ചിക്കു ബനാന മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എനർജി ബൂസ്റ്റിംഗ് ഡ്രിങ്കാണ്. അതായത് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്കിത് ഈ ഡ്രിങ്ക്സ് യൂസ് ചെയ്യാൻ പറ്റും. അത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എനി ടൈം. അതായത് അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്യുക, എന്നിട്ട് എനിക്ക് വേണ്ട ഫീഡ്ബാക്ക് തരിക. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോ വരുന്നത് വരെ നമ്മൾക്ക് വെയിറ്റ് ചെയ്യുക. സോ എൻജോയ് ദിസ് ഡെലീഷ്യസ് ഡ്രിങ്ക്സ് any time, night or day or night. Thank you.